ദൈവത്തിന് മഹത്വം. ഈ പാട്ടിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞതിന് ശേഷം വചന ശുശ്രൂഷയിലോട്ട് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് പാടുന്ന പാട്ടുകളിൽ ഒരു പാട്ടാണിത്. വളരെ പ്രത്യാശ നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ ചേർന്ന് പാടിയത്. നമ്മൾ പാട്ടുപുസ്തകത്തിൽ പരിശോധിച്ചാൽ ഈ പാട്ട് എഴുതിയിരിക്കുന്നത് പി മാത്യു, അതായത് പാസ്റ്റർ. അദ്ദേഹം ഒരു പാസ്റ്ററാണ്, പെന്തക്കോസ്ത് ആ പശ്ചാത്തലത്തിലുള്ള ഒരു പാസ്റ്ററാണ് പാസ്റ്റർ പി മാത്യു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം പായിപ്പാടാണ്. 1917 മുതൽ 2001 ഈ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം. അനേക ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ നമ്മുടെ പാട്ടുപുസ്തകത്തിൽ തന്നെ അനേക പാട്ടുകൾ രചിച്ചിട്ടുള്ള വളരെ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഈ പാട്ട് എഴുതിയതിന്റെ സന്ദർഭം അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പാസ്റ്റർ പി മാത്യുവിന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പി എബ്രഹാം എന്നായിരുന്നു, പി എബ്രഹാം. അദ്ദേഹം ക്യാൻസർ ബാധിതനായിട്ട് വാർദ്ധക്യം ചെന്ന് ക്യാൻസറിന്റെ ബുദ്ധിമുട്ടായിട്ട് വളരെയധികം വേദനയിലൂടെയും പ്രയാസത്തിലൂടെയും കഴിഞ്ഞു പോയ നാളുകളുണ്ടായിരുന്നു. അദ്ദേഹം കട്ടിലിൽ തന്നെ ആയിരുന്നു, കിടക്കമേലായിരുന്നു. ആ സമയങ്ങളിൽ ഈ പി മാത്യു അവറുകൾ വന്ന്, തന്റെ അനുജൻ വന്ന് ഇദ്ദേഹത്തിന്റെ അടുത്തിരിക്കുകയും വളരെയധികം സമാധാനമായിട്ടുള്ള ആശ്വാസ വാക്കുകളും പ്രത്യാശയുടെ വാക്കുകളും ഒക്കെ ഇദ്ദേഹത്തിന് പറഞ്ഞു നൽകുമായിരുന്നു. അവസാന ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അവസാന നിമിഷങ്ങളിൽ ഈ സഹോദരൻ തന്റെ ജ്യേഷ്ഠ സഹോദരനോട് കൂടെ ഉണ്ടായിരുന്നു. തന്റെ അടുത്തിരുന്ന് താന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ജ്യേഷ്ഠ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന തീരാറായി. തീരാറാവുന്ന ആ സമയത്ത് ഈ തന്റെ കിടക്കമേലായിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ കട്ടിലിൽ നിന്ന് നീങ്ങി ആ കട്ടിലിന്റെ അറ്റത്ത് വരെ എത്തി. അപ്പോൾ പ്രാർത്ഥന തീർന്നപ്പോൾ ഈ പി മാത്യു സഹോദരൻ ആ ജ്യേഷ്ഠ സഹോദരനോട് ചോദിച്ചു, അല്ലയോ താങ്കൾ ഇപ്പോൾ വന്ന് കട്ടിലിൽ നിന്ന് താഴെ വീഴാറായിരിക്കുന്നു. ഞങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ താങ്കൾ നിശ്ചയമായിട്ടും കട്ടിലിൽ നിന്ന് താഴെ വീഴുമായിരുന്നു. അപ്പോൾ തന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സഹോദരന്മാരെ, എന്നെ ദൈവത്തിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുവാൻ എന്റെ ചുറ്റും ദൂതന്മാർ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? അത് വളരെയധികം പ്രത്യാശയോടെ ആ സഹോദരൻ പറയുകയാണ്, എന്നെ കർത്താവിന്റെ അടുത്തിലേക്ക് കൊണ്ടുപോകാൻ എന്റെ ചുറ്റും ദൂതന്മാർ എന്നെ എടുക്കുവാനായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഇരിക്കുവാനായിട്ട് കട്ടിലിൽ സ്ഥലം കൊടുക്കുവാനാണ് ഞാന് നീങ്ങി വന്നത്. അല്പസമയം കഴിഞ്ഞു അദ്ദേഹം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ സമയത്ത് ഈ പി മാത്യു ഈണം നൽകിയ വരികളാണ്, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആ സമയത്താണ് ഈ സഹോദരൻ ഈ പാട്ടിന്റെ ഈണങ്ങൾ പകർന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ പാട്ട് മുഴുവനായിട്ട് അദ്ദേഹം എഴുതി തീർക്കുകയുണ്ടായി. വളരെ ഭക്തിയോടെ ജീവിച്ച മനുഷ്യനായിരുന്നു, വ്യക്തിയായിരുന്നു, ദൈവഭക്തനായിരുന്നു. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ അനേക ജീവചരിത്രങ്ങൾ, പാട്ടുകൾ നമ്മുടെ പാട്ടുപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാവരും കർത്താവിന്റെ വരവ് താമസിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ ഫ്യൂണറൽ സർവീസ് അല്ലെങ്കിൽ വേർപെട്ടവര്, മരിച്ചുപോയവര്, ആ മരിക്കുന്ന സമയങ്ങളിൽ അവരുടെ ഫോട്ടോയൊക്കെ നമ്മൾ എടുത്തു വയ്ക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, അവരുടെ മരണസമയത്ത് അല്ലെങ്കിൽ മരിച്ച സമയത്ത് അവരുടെ ഫോട്ടോയുടെ മുകളിൽ ആ തലയുടെ ഹെഡിങ് ആയിട്ട്, തലക്കെട്ടായിട്ട് നമ്മൾ ചില വാക്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
ഉദാഹരണത്തിന്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി പ്രത്യാശയുടെ തീരത്ത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള വാക്യങ്ങൾ ഈ തലക്കെട്ടിലൊക്കെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോടുള്ള ബന്ധത്തില് അവൻ മരിച്ചു കഴിഞ്ഞാല്, യാതൊരു പ്രത്യാശയുമില്ലാതെ മരിച്ചു കഴിഞ്ഞാല്, ആ വ്യക്തിയുടെ തലക്കെട്ടിൽ അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ താഴേക്ക് കാണുവാൻ സാധിക്കും മരണപ്പെട്ടു, അല്ലെങ്കിൽ ആദരാഞ്ജലികൾ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ദൈവമകനെ മകളെ സംബന്ധിച്ച് വളരെ പ്രത്യാശയുടെ ചില വാക്കുകളൊക്കെ ഈ ഫോട്ടോയിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഈ മരിക്കുന്നവരുടെ, അതായത് നമ്മുടെ രക്ഷിക്കപ്പെട്ട്, അതായത് വേർപാടുകാരുടെ ഒരു ന്യൂസ് ഉണ്ട്, അഡൽഫോയ് ന്യൂസ്. അതില് ഈ വേർപെട്ട വിശ്വാസികളുടെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫ്യൂണറൽ സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ചാനലാണ്. ഞാൻ എല്ലാ ദിവസവും ആ ചാനൽ പരിശോധിക്കുകയും, എനിക്ക് ഈ മരണപ്പെട്ടവരെന്ന് എനിക്ക് അറിയത്തില്ല, എന്നിരുന്നാൽ തന്നെയും ചിലതൊക്കെ അവരുടെ മരിച്ച ജീവിത ചരിത്രവും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ തന്നെ ഇത് പരിശോധിക്കുകയും അത് കാണുകയും ചെയ്യാറുണ്ട്. അല്പ ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ്, ആ ന്യൂസില് ഒരു മരിച്ച ഒരു വ്യക്തി, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഫോട്ടോയും തലക്കെട്ടും എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം താമസിച്ചിരുന്നത് റാന്നി ചേത്തക്കൽ ആ ചുറ്റുപാട്, ആ സഭയോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജു ചേക്കോട്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ ഈ ന്യൂസ് കണ്ട് അങ്ങനെ വായിച്ച ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മരിച്ച, അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ തലക്കെട്ടിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരുന്നു. അതായത്, ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ഇത് ഏത് വേദഭാഗത്തു നിന്നുള്ള വാക്യമാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഈ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. അപ്പൊ ഞാന് ഈ വാക്യം വലുതായിട്ടല്ലെങ്കിലും ചെറിയ നിലയിലൊക്കെ ഞാൻ ഈ വായിച്ചപ്പോൾ വാക്യം കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത് എന്ത് പശ്ചാത്തലത്തിലാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ തലക്കെട്ടായിട്ട് എഴുതിയിരിക്കുന്നത്, എനിക്ക് അറിയാനായിട്ട് ഒരു ആകാംക്ഷയുണ്ടായി. ഞാൻ ആദ്യം അതിൽ തന്നെ റെഫറൻസ് ഉണ്ടായിരുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം, അതിൽ തന്നെ റെഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ബൈബിൾ എടുത്തു, ആ വേദഭാഗം പരിശോധിച്ചപ്പോഴ് ആ 1-ാമത്തെ അധ്യായം മനസ്സിലാക്കുവാൻ സാധിച്ച് അത് സെഖരിയാവ് എലീശബത്ത് ഈ ദമ്പതികളുടെ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണെന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാനുള്ള കാര്യം, നമ്മള് കർത്തൃസന്നിധിയിലൊക്കെ ചേർക്കപ്പെടുമ്പോൾ നമ്മുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വയ്ക്കുമ്പോൾ ഏത് വാക്യമായിരിക്കും നമ്മുടെ തലക്കെട്ടിലൊക്കെ എഴുതിയിരിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആ ഒരു വാക്യം അത് എന്തായാലും ഉണ്ടായിരിക്കും, അല്ലെ? അതിൽ യാതൊരു സംശയമില്ല. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷീകരിക്കുന്നത് അത് നമ്മളെ ജീവിച്ചിരിക്കുമ്പോഴുള്ള കാലയളവിലാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സാക്ഷീകരിക്കുന്നത്. അത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാല് ആ സാക്ഷ്യങ്ങളൊക്കെ പുറത്തു വരും. ഈ ഇദ്ദേഹത്തോടുള്ള ബന്ധത്തില് ആ ന്യൂസിൽ തന്നെ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു ലഘുലേഖ അതില് ഉള്ളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഈ വാക്യം വെറുതെ എഴുതി വച്ചിരുന്നതല്ല. ഞാൻ ആ ലഘുലേഖ വായിച്ചപ്പോൾ അദ്ദേഹം സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തത്, സഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകൾ, സേവനങ്ങൾ ചെയ്ത എന്നീ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ
ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള വാക്യങ്ങൾ, ലിഖിതങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോയുടെ താഴെ വരുവാനുള്ള സാധ്യതകളുണ്ടോ? നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ തന്നെ പരിശോധിക്കാം. എൻ്റെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമായിരുന്നോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് തന്നെ ചിന്തിക്കാം. ദൈവം ആ നിലയിൽ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ആ അധ്യായത്തിലോട്ട് കടന്നു വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവന്റെ ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ഇംഗ്ലീഷിൽ ആ വാക്യം കുറച്ചുകൂടെ വളരെ വളരെ മനോഹരമായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് കെയിം ടു പാസ് that as soon as the days of his ministration were accomplished, he departed to his own house. അവന്റെ ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ഈ ഡിപ്പാർട്ടഡ് എന്നുള്ള ഈ വാക്കിന് മറ്റു ട്രാൻസ്ലേഷനുകൾ സർവീസ് വാസ് ഓവർ, ഇങ്ങനെ പല നിലയിലുള്ള വാക്കുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 1-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ ഈ സഖറിയാവ് എലീശബത്ത് ഈ കുടുംബത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഖറിയാവിന്റെ കുറിച്ച് 1-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സഖറിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തി ആയിരുന്നു. അവൾക്ക് എലീശബത്ത് എന്ന് പേർ. അപ്പോൾ ഇവിടെ സഖറിയാവിനെ കുറിച്ച് പറയുന്നത്, യഹൂദിയ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സഖറിയാവ് എന്നുള്ള ഒരു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പഴയ നിയമത്തിൽ പരിശോധിക്കുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 24-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ ദാവീദിന്റെ കാലത്ത് ആലയത്തിൽ ആരാധനയുടെ സൗകര്യത്തിനായിട്ട് ഈ പുരോഹിത ഗോത്രത്തെ 24 കൂറുകളായിട്ട് തിരിച്ചതായിട്ട് നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതില് അബിയാക്കൂർ എന്ന ആ കൂറ് അത് 8-ാമത്തെ ഒരു കൂറായിരുന്നു എന്ന് നമുക്ക് ആ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വേദപുസ്തകം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പരിശോധിക്കുമ്പോൾ സഖറിയാവ് എന്ന പേരുള്ള 30ഓളം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏകദേശം 30ഓളം പേർ സഖറിയാവ് എന്ന പേരുള്ള ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. വിവിധ നിലയിലുള്ളവരാണ്. എന്നാൽ ഈ എലീശബത്തിനെ സംബന്ധിച്ച് നമ്മൾ 6-ാമത്തെയും 7-ാമത്തെയും വാക്യത്തിലോട്ട് വരുമ്പോൾ ഈ സഖറിയാവ് എലീശബത്ത് വളരെ ഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു. അവരെ കുറിച്ച് പറയുന്നത്, ഒന്നാമതായിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവർ ആയിരുന്നു. രണ്ടാമതായിട്ട് കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവർ ആയിരുന്നു. മൂന്നാമതായിട്ട് അവരുടെ ഒരു കുറവ്, ആ ഒരു കുടുംബത്തിന്റെ ഒരു കുറവിനെ കുറിച്ച് അവിടെ കാണുന്നു. എലീശബത്ത് മച്ചിയായിരുന്നു, അതായത് അവർക്ക് സന്താനങ്ങൾ ഇല്ലായിരുന്നു. കൂടാതെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 2 പേരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇരുവരും വയസ്സ് ചെന്നവർ ആയിരുന്നു. ഇരുവരും വളരെ പ്രായാധിക്യത്തിൽ വയസ്സ് ചെന്നവർ ആയിരുന്നു. ഇതാണ് ഈ 2 പേരുടെയും കുടുംബ പശ്ചാത്തലം, അല്ലെങ്കിൽ 2 പേരുടെയും വിശേഷണം എന്ന് പറയുന്നത്. ഈ സഖറിയാവ് എലീശബത്ത് അവര് ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. നമ്മള് നീതിയുള്ള മറ്റുള്ളവരെയും കുറിച്ച് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, ഇയ്യോബ് വളരെ നീതിയുള്ള മനുഷ്യനാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ശിമ്യോനെ കുറിച്ച് പറയുന്നു. ശിമ്യോനും വളരെ നീതിയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു. കൂടാതെ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ യോസേഫിനെ കുറിച്ച് പറയുമ്പോൾ യോസേഫും വളരെ നീതിയുള്ള മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു. കൂടാതെ നമ്മൾ യേശുക്രിസ്തുവിന്റെ കാര്യം എടുത്താലും ആ ക്രൂശീകരണത്തിന്റെ സമയത്ത് ശതാധിപൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ കാര്യം, ഇവൻ സാക്ഷാൽ നീതിമാൻ ആയിരുന്നു എന്നീ പദങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കുടുംബത്തിന്റെ, നേരത്തെ ഓർത്തതുപോലെ ഈ സഖറിയാവ് എലീശബത്ത് ഈ കുടുംബത്തിന്റെ അവരുടെ പ്രധാന ദുഃഖം എന്ന് പറയുന്നത്, ഇവർക്ക് സന്തതികൾ ഇല്ലായിരുന്നു. എലീശബത്ത് മച്ചിയായിരുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പഴയ നിയമത്തിൽ പരിശോധിക്കുമ്പോൾ
എബ്രഹാം സാറ അവരുടെ കുടുംബത്തിൽ നോക്കുമ്പോൾ സാറ മച്ചിയായിരുന്നു. അവർക്ക് സന്താനങ്ങൾ ഇസ്ഹാക്കിന് ലഭിക്കുന്നതിന് മുമ്പ് സാറ മച്ചിയായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ തന്നെ പഴയ നിയമത്തിൽ ഹന്ന മക്കളില്ലാത്തവർ, അത് മച്ചി എന്ന് പറയുന്നില്ല, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവർക്കൊക്കെ സന്താനങ്ങൾ ലഭിച്ച കാര്യം പിന്നീട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാല് ഈ പ്രിയപ്പെട്ട ഈ സഖരിയാവ് എലീശബത്ത് ഈ കുടുംബത്തിൽ ഇവരുടെ പ്രധാന ദുഃഖം എന്ന് പറയുന്നത് ഇവർക്ക് സന്താനങ്ങൾ ഇല്ലായിരുന്നു. നമ്മൾ നേരത്തെ ഓർത്തതുപോലെ തന്നെ ഇവരുടെ പ്രായം, അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികളുടെയും പ്രായം എന്ന് പറയുന്നത് അവർ വയസ്സ് ചെന്നവരായിരുന്നു. 18-ാം അധ്യായത്തിൽ സെഖര്യാവിനെ കുറിച്ച് പറയുന്നു. ഒന്നുകൂടി എടുത്തു പറയുന്നു, സെഖര്യാവ് വൃദ്ധനായിരുന്നു. വയസ്സ് ചെന്നവൻ മാത്രമല്ല, സെഖര്യാവ് വൃദ്ധനായിരുന്നു. ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യനാണ് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷകൾ ചെയ്തു പോന്നത്. നമുക്കറിയാം, ഈ വാർദ്ധക്യവുമുണ്ട്, നല്ല വാർദ്ധക്യവുമുണ്ട്. അത് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വാർദ്ധക്യവുമുണ്ട്, നല്ല വാർദ്ധക്യവുമുണ്ട്. നമ്മൾ പഴയ നിയമത്തിലോട്ട് പോകുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ സാറ ഒരു മകനെ പ്രസവിച്ചതായിട്ട് കാണുന്നുണ്ട്. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ എന്നാണ് അവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ആ 100-ാമത്തെ വയസ്സിലായിരുന്നു അവർക്ക് ഇസഹാക്കിനെ ലഭിച്ചത്. ഇനി അബ്രഹാമിന്റെ നല്ല വാർദ്ധക്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം ദൈവം പറയുന്ന കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ദൈവം പറയുകയാണ്, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ നീ അടക്കപ്പെടും. കൂടാതെ തന്നെ 25-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ചു, തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, വാർദ്ധക്യവുമുണ്ട്, നല്ല വാർദ്ധക്യവുമുണ്ട്. ഇവിടെ സെഖര്യാവ് വളരെ വൃദ്ധനായിരുന്നു എന്ന് പറയുന്നുണ്ട്. വളരെ വൃദ്ധനായിരുന്നു. വാർദ്ധക്യത്തിന്റെ നല്ല വാർദ്ധക്യത്തിന്റെ ഒരു അവസ്ഥയിലോട്ട് ആയിരുന്നു ഈ സെഖര്യാവ്. ആ സമയത്താണ് ദൈവസന്നിധിയിൽ ഈ സെഖര്യാവ് ശുശ്രൂഷകൾ നിറപടിയായിട്ട് ചെയ്തു പോന്നത്. ഇനി നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ദൂതന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പറയും. ദൂതന്റെ പ്രത്യക്ഷത, അവിടെ ഗബ്രിയേൽ ദൂതൻ ഈ സെഖര്യാവിന് പ്രത്യക്ഷമായ കാര്യങ്ങളാണ് 1-ാമത്തെ അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദൂതന്റെ പ്രത്യക്ഷതയും ആ ഒരു സംഭാഷണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഗബ്രിയേൽ ദൂതൻ സെഖര്യാവിനോട് പറയുകയാണ്, നിന്റെ ഭാര്യ എലീശബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന് പേരിടണം. ഒരു കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ചോദിക്കട്ടെ. വേദപുസ്തകത്തിൽ ഈ ജനിക്കുന്നതിന് മുമ്പ്, അതായത് ഈ സെഖര്യാവിനും എലീശബത്തിനും ജനിക്കുന്നതിന് മുമ്പ് ദൂതൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കൊരു സന്താനം ലഭിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പോൾ വേദപുസ്തകത്തിൽ ഈ ജനിക്കുന്നതിന് മുമ്പ് പേര് ലഭിച്ച എത്ര പേരുണ്ട്? ജനിക്കുന്നതിന് മുമ്പ്. ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അതുപോലെ മറ്റു ആരെങ്കിലും ഉണ്ടോ ജനിക്കുന്നതിന് മുമ്പ് പേരിടണമെന്ന് പറഞ്ഞിട്ടുള്ളത്? കേട്ടില്ല. കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ അബ്രഹാം സാറ, അവർക്ക് ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പ്രത്യക്ഷനായിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സന്താനം ലഭിക്കും, അതിനെ ഇസഹാക്ക് എന്ന് പേരിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ യോശിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് യോശിയാവ് ജനിക്കുന്നതിന് മുമ്പ് ഒരു മകൻ ജനിക്കും, യോശിയാവ് എന്ന് പേരിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ശലോമോനെ കുറിച്ച് പറയുന്നു. ശലോമോൻ ജനിക്കുന്നതിന് മുമ്പ് ഒരു സന്തതി ലഭിക്കും, അവന് ശലോമോൻ എന്ന് പേരിടണം. അതുകൂടാതെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായത്തിൽ വരുമ്പോൾ കോരശിനെ കുറിച്ച് പറയുന്നുണ്ട്. കോരശ്, അത് ജനിക്കുന്നതിന് മുമ്പ് പേര് ലഭിച്ച ഒരു വ്യക്തിയാണ് കോരശ്.
കൂടാതെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അവന് യേശു എന്ന് പേരിടണം. കൂടാതെ തന്നെ അതിന് പുറമെയാണ് ഈ യോഹന്നാൻ സ്നാപകൻ, ജനിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ എന്ന് പേരിടണം. ഏകദേശം 7 പേരുടെ പേരുകൾ ജനിക്കുന്നതിന് മുമ്പ് ലഭിച്ചതായിട്ട് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കും. എന്നിരുന്നാൽ തന്നെയും ഈ യോഹന്നാൻ എന്ന് പേരുള്ള എത്ര പേരുണ്ട് വേദപുസ്തകത്തിൽ? യോഹന്നാൻ എന്ന് പേരുള്ള, കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ യോഹന്നാൻ എന്ന് പേരുള്ള എത്ര പേരുണ്ട്? ഈ യോഹന്നാൻ സ്നാപകന് പുറമെ എത്ര പേരുണ്ട് യോഹന്നാൻ എന്ന് പേരുള്ള? സ്നാപക യോഹന്നാൻ, അത് ഈ അധ്യായത്തിലുണ്ട്. പിന്നെ പത്രോസിന്റെ അപ്പന്റെ പേര് എന്താ? യോഹന്നാൻ എന്ന. പത്രോസിന്റെ അപ്പന്റെ പേര് യോഹന്നാൻ. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. പിന്നെ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ, അത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പറയുന്നു. പിന്നെ സന്നദ്രി സംഘത്തിലെ യോഹന്നാൻ, അത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറയുന്നു. കൂടാതെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു അപ്പോസ്തലനായ യോഹന്നാൻ. ഈ 5 വ്യക്തികൾ, 5 പേരുകൾ, അതായത് 5 പേർക്ക് യോഹന്നാൻ എന്ന് പേരുള്ളതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വേദഭാഗത്തിലോട്ട് വരാം. സെക്കറിയാവ് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് തികഞ്ഞ ശേഷം അവൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അവൻ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം ഭവനത്തിലേക്ക് പോയി. അതായത് ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം നമുക്ക് ഈ വാക്യത്തിലോട്ട് കടന്നു വരാം. ഈ സെക്കറിയാവിനെ കുറിച്ച് ഇവിടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് സെക്കറിയാവിന്റെ ശുശ്രൂഷ തികഞ്ഞ ശേഷം. ഈ തികഞ്ഞതും തികച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട്. ശുശ്രൂഷ തികച്ചു പോകുന്നതും ശുശ്രൂഷ തികഞ്ഞു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സെക്കറിയാവിനെ സംബന്ധിച്ച് അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞു. അവന്റെ പെർഫെക്റ്റ് ആയിട്ടെന്നൊക്കെ പറയാം, തികഞ്ഞ ശേഷം. മറ്റത് തികച്ചതെന്ന് പറയുമ്പോൾ അത് ഫിനിഷ്ഡ്, അത് തികച്ച് നിർത്തിവെച്ച് എന്ന് പോയത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സെക്കറിയാവിനെ സംബന്ധിച്ച് അവന്റെ ശുശ്രൂഷ കാലമെന്ന് പറയുന്നത് അവന്റെ ശുശ്രൂഷ തികഞ്ഞതിന് ശേഷം അവൻ ഭവനത്തിലേക്ക് പോയി. നമ്മള് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ ഈ തികഞ്ഞതിനെ കുറിച്ച് അനുബന്ധിച്ചുള്ള ഒരു വാക്യമാണ് അവിടെ പറയുന്നത്. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആകുവിൻ. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആകുവിൻ. അവിടെ ഈ തികഞ്ഞത് എന്നുള്ളൊരു പദം അതിനോട് നമുക്ക് കൂട്ടി ചേർത്ത് വായിക്കാൻ സാധിക്കും. തികഞ്ഞത്. ഇവിടെ ഈ വാക്യത്തില് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആകുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റോപ്പ് അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ശുശ്രൂഷയിൽ ഉള്ള കാലത്തോളം നമുക്ക് പുറമെ അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യാവുന്ന കാലത്തോളം ശുശ്രൂഷയിൽ അത് അവസാനിക്കുന്നില്ല. നമ്മുടെ മരണം വരെയും ആ ശുശ്രൂഷയിൽ തുടരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരിക്കലും ശുശ്രൂഷ തികച്ചു മതിയാക്കി പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കാനാവിലെ കല്യാണത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തില് അവിടെ വീഞ്ഞു തീർന്ന സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുമ്പോൾ അവരുടെ അടുത്ത് പറയുകയാണ്, കൽപാത്രങ്ങളിൽ വെള്ളം വക്കോളം നിറപ്പിൻ. വക്കോളം അത് നിറയ്ക്കുവിൻ. നിറഞ്ഞ് കവിയുന്ന രീതിയിൽ നിറയ്ക്കുക എന്ന് ഉള്ള ഒരു പദപ്രയോഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം, ശുശ്രൂഷ കാലം എന്ന് പറയുന്നത് അത് തികഞ്ഞ് അത് വർദ്ധിച്ചു വരേണ്ടതാണ്. സെക്കറിയാവിനെ സംബന്ധിച്ച് താൻ വാർദ്ധക്യമാണ്, തനിക്ക് ബലഹീനതകളുണ്ട്. എന്നിരുന്നാൽ തന്നെയും തന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ തികഞ്ഞവനായിട്ട് തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസിന്റെ വാക്കുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിമത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു.
അപ്പോൾ ഇവിടെ പറയുന്നത് നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അത് ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരുന്ന കാര്യമാണ്. നിറപടിയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അത് അവസാനിപ്പിച്ചിട്ട് തീർക്കുവാനുള്ള ഒരു കാര്യമല്ല ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരേണ്ടുന്ന ഒരു കാര്യമാണ്. അത് നിറപടിയായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ ദൈവിക ശുശ്രൂഷ ചെയ്യാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ലല്ലേ. എന്നാല് ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പൗലോസിന്റെ ജീവിതത്തില് താൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സക്കറിയാവിനെ സംബന്ധിച്ച് താനെ ദൈവാലയത്തിൽ അല്ലെങ്കിൽ ദൈവമന്ദിരത്തിൽ ശുശ്രൂഷകൾ ചെയ്തു പോന്നു എന്ന് അവിടെ പറയുമ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, അവിടെ സക്കറിയാവിനെ സംബന്ധിച്ച് അവിടെ പറയുന്നു, ഇനി ധൂപം കാട്ടുവാനായിട്ട് അവിടെ അവര് നറുക്കിട്ട് സക്കറിയാവിന്റെ പേര് വീണു. ധൂപം കാട്ടുവാനായിട്ട് അവൻ ദൈവാലയത്തിൽ ദൈവമന്ദിരത്തിൽ പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഒരു ശുശ്രൂഷ സക്കറിയാവിനെ ഏൽപ്പിക്കുമ്പോൾ താൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ പറ്റത്തില്ല, ഞാൻ ആൾറെഡി ഒരു ശുശ്രൂഷയൊക്കെ ചെയ്തു പോകുന്നു, ഇനി അതിനൊരു അവസാനം കണ്ടിട്ട് ഞാൻ ഇത് ഏറ്റെടുക്കാം എന്നുള്ള വാക്കുകൾ എന്തെങ്കിലും അവിടെ സക്കറിയാവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും? ഒരിക്കലുമില്ല. താനത് സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താൻ ഒരു എതിരഭിപ്രായവും ആ ശുശ്രൂഷ ചെയ്യുന്നതിലേക്ക്, അത് ഏൽക്കുന്നതിലേക്ക്, ഏറ്റെടുക്കുന്നതിലേക്ക് യാതൊരു എതിർപ്പും താന് കുടുംബമായിട്ടോ വ്യക്തിപരമായിട്ടോ താന് പറയുന്നതായിട്ട് വേദപുസ്തകത്തിൽ അവിടെ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ശുശ്രൂഷകൾ നമുക്കും വളരെയധികമുണ്ട്. നാം എല്ലാവരും ശുശ്രൂഷകൾ ഒരു നിലയിൽ അല്ലെങ്കിൽ പല നിലയിൽ എല്ലാവരും ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആരെങ്കിലും പറയുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട സഭാമൂപ്പനാകട്ടെ ആരെങ്കിലും ശുശ്രൂഷ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറയുമ്പോൾ അതിന് ഒഴിവുകളൊന്നും പറയാതെ, തടസ്സങ്ങളൊന്നും പറയാതെ ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാനും പറഞ്ഞിട്ടുണ്ട് തടസ്സങ്ങൾ. എന്തെങ്കിലും ശുശ്രൂഷകളൊക്കെ ചെയ്യാനായിട്ട് പറയുമ്പോൾ ഞാനും പല തടസ്സങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാൽ അത് ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് അതൊരു സ്വീകാര്യമായിട്ടുള്ള കാര്യമായിട്ട് ഇരിക്കുന്നില്ല. നമുക്കറിയാം, ഈ ഭവനയോഗം പ്രിയ ടിബി സഹോദരൻ ഭവനയോഗം വയ്ക്കണമെന്ന് എല്ലാ കുടുംബത്തോടും വിളിച്ചു ചോദിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും, ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, ഒഴിവ് കഴിവുകളൊക്കെ പറയാറുണ്ട്. എന്തെങ്കിലും ഒഴിവുകളൊക്കെ വയ്ക്കാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അത് ക്രമീകരിക്കുവാനായിട്ട് എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ബുദ്ധിമുട്ട്. നമ്മൾ നിസ്സാരമായിട്ട് അങ്ങ് പറയും പറ്റില്ല എന്ന്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിസ്സാരമായിട്ട് അങ്ങ് പറയും. പക്ഷെ അതിന്റെ പിന്നില് അതൊന്ന് ക്രമീകരിച്ച് എടുക്കുവാനായിട്ട് എത്ര ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സഭായോഗങ്ങളൊക്കെ നടക്കുമ്പോൾ, ബൈബിൾ ക്ലാസ് ആയാലും പ്രാർത്ഥനാ കൂടിവരവുകളായാലും ആരാധനയോടുള്ള ബന്ധത്തിലൊക്കെ ഈ മെസ്സേജുകൾ, വചന ശുശ്രൂഷ ചെയ്യണമെന്ന് പ്രിയ സഹോദരൻ ചിലയിടത്ത് വിളിച്ചു പറയും. ഇന്ന ആഴ്ച ഇന്ന ദിവസം വചന ശുശ്രൂഷ ചെയ്യണമെന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങ് പറയും, അന്ന് എനിക്ക് സമയമില്ല, അന്ന് എനിക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്നൊക്കെ പറയും. നമ്മളത് നിസ്സാരമായിട്ട് അങ്ങ് പറയും. പക്ഷെ ഒരു വചന ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ചിന്ത ഒരു വ്യക്തി, ഒരു സഹോദരൻ പറയുവാനായിട്ട്, അത് ഏറ്റെടുക്കുവാനായിട്ട് അതിന്റെ പിന്നിലുള്ള അധ്വാനം, അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യം, അത് മറ്റുള്ളവരെ കൊണ്ട് അത് ക്രമീകരിക്കുവാൻ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും അതൊന്നും ചിന്തിക്കാറ്, നമ്മുടെ ഭാഗം മാത്രം നോക്കി നമ്മൾ മുന്നോട്ട് പോകാറാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഈ സക്കറിയാവിനോടുള്ള ബന്ധത്തില് താന് ഒരു എതിർപ്പും, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നതിൽ താന് ഒരു എതിർപ്പും ഇവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. സക്കറിയാവ് ശുശ്രൂഷകാലം തികയുന്നവരെ അവൻ ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ സക്കറിയാവിനെ ദൈവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അത് പകുതി വെച്ച് നിർത്തിയിട്ട് തന്റെ കുടുംബക്ഷേമം അന്വേഷിക്കാനായിട്ട് പോകാനായിട്ട് സാധിക്കുമായിരുന്നു? ആരും ചോദിക്കത്തില്ല. എന്നാൽ അതൊന്നും ചെയ്യാതെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ അത് മുൻസ്ഥാനം കൊടുത്ത് താൻ അത് നിവർത്തീകരിച്ച ശേഷം അവൻ ദൈവാലയം വിട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശുശ്രൂഷ തികഞ്ഞ ശേഷം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞതാണ് ശുശ്രൂഷ തികയ്ക്കുക. അതായത് ഒരു ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടി അതങ്ങ് തികയ്ക്കുക. നമ്മൾ പലപ്പോഴും അത് ചെയ്യാറുണ്ട്. ഞാനും ചെയ്യാറുണ്ട്. ഒരു കാര്യം ദൈവിക ശുശ്രൂഷ അത് ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തീർത്ത് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്താൽ മതി എന്നുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭരിക്കാറുണ്ട്. എന്നാൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, സകലവും ഉചിതവും ക്രമവുമായിട്ട് നടക്കട്ടെ എന്നൊരു വാക്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ അധ്യായത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സെഖര്യാവ് ദൈവദൂതന്റെ വാക്ക് വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ അല്പനാളത്തേക്ക് ഊമനായി അല്ലെങ്കിൽ സംസാരിക്കുവാൻ കഴിവില്ലാത്തവനായി തീർന്നുവെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് തന്റെ ഭാര്യ എലീശബത്ത് ഒരു മകനെ പ്രസവിക്കും എന്നുള്ള കാര്യം ഈ സെഖര്യാവിനോട് ദൂതൻ വെളിപ്പെടുത്തിയപ്പോൾ ആ വെളിപ്പെടുത്തലിനെ സംശയിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവിടെ 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ അത് എഴുതിയിട്ടുണ്ട്. 20-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നു, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. തക്ക സമയത്ത് സംഭവിക്കാനുള്ളത്. ഈ തക്ക സമയം എന്നുള്ളത് വേദപുസ്തകത്തില് പല സ്ഥലങ്ങളിൽ കാണുന്ന ഒരു പദമാണ്. തക്ക സമയം, അറ്റ് ദ റൈറ്റ് ടൈം, തക്ക സമയം. ഈ തക്ക സമയം എപ്പോഴാണ്? ഞാനൊരു ഉദാഹരണം പറയാം, എൻ്റെ മനസ്സിൽ വന്നതാണ്. ഈ സഭായോഗങ്ങളിൽ ബൈബിൾ ക്ലാസ് ആകട്ടെ, പ്രാർത്ഥനയാകട്ടെ, അല്ലെങ്കിൽ സാക്ഷ്യയോഗങ്ങളാകട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ബൈബിൾ ക്ലാസ് തന്നെ എടുക്കാം. നമ്മുടെ ബൈബിൾ ക്ലാസ് ആരംഭിക്കുന്നത് 7:15 മണിക്ക് അല്ലേ? 7:15 മണിക്ക് പാട്ടോടുകൂടി ബൈബിൾ ക്ലാസ് ആരംഭിക്കും. 2 പാട്ട് പാടും. 7:30 വചന പഠനം തുടങ്ങും. അപ്പൊ പാട്ട് കഴിഞ്ഞിട്ട് ഞാനും ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? തക്ക സമയത്ത് എല്ലാവരെയും കൂട്ടി വരുത്തണേ എന്ന് പലപ്പോഴും ഞാനും ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടി വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു സംശയം എന്ന് പറയുന്നത്, ഈ തക്ക സമയം എപ്പോഴാ? 7:30 ആണോ? 7:30 കഴിഞ്ഞിട്ടാണോ? 7:15 അതിനു മുമ്പാണോ ഈ തക്ക സമയം? പറയാം. തക്ക സമയം എന്ന് പറയുന്നത് ഒരു 7:10 ആകുമ്പോഴ് കടന്നു വന്നു കഴിഞ്ഞാൽ 7:15 പാട്ടോടുകൂടി ആരംഭിച്ചാൽ അതാണ് തക്ക സമയം. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താ? ഈ തക്ക സമയം പാട്ടെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പറയാണ് തക്ക സമയത്ത് കൂട്ടി വരുത്തണേ. അതുകൊണ്ടായിരിക്കും ചിലരൊക്കെ ചിലപ്പോ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കടന്നു വരുന്നതല്ലേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ചിലരൊക്കെ താമസിച്ചു വരുന്നത്. നമുക്ക് ഈ രീതി ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും 7:15 മുമ്പ് കടന്നു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ തക്ക സമയം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വാക്കായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എഫീസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളിൻ. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഈ സമയം അല്ലെങ്കിൽ ശുശ്രൂഷയിൽ എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കണം. അതായത് സെഖര്യാവിനെ പോലെ ഒരു ശുശ്രൂഷയിൽ എപ്പോഴും ഒരുക്കമുള്ളവൻ ആയിരിക്കണം. ഒരുക്കമുള്ളവൻ. ഞാൻ കുറച്ചുകൂടെ അത് വിശദീകരിച്ച് പറയുമ്പോൾ അത് മനസ്സിലാകും. ഈ നമ്മള് തിമത്യോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഇൻസ്റ്റന്റ് ഇൻ സീസൺ ഔട്ട് ഓഫ് സീസൺ. അതായത്
ഈ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അതൊരു സീസണിൽ മാത്രമേ ഫലം കായ്ക്കത്തുള്ളൂ. ഒരു പ്രത്യേക സീസണിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ എപ്പോഴും ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കണം. സമയത്തും അസമയത്തും നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാന് അസമയത്തൊന്നും ഒരുങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ സമയത്ത് മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് സൗകര്യപ്രദമാകുന്ന സമയം, ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ ഒരുങ്ങി നിൽക്കുകയുള്ളൂ. ഇവിടെ പറയുന്നത് സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. നമുക്കറിയാം, നമ്മള് ഈ വേർപാടോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഈ അസമയത്ത് പലപ്പോഴും ഈ വേർപാടുകളൊക്കെ സംഭവിക്കാറുണ്ട്. അസമയത്ത്, അതായത് രാത്രി, രാവിലെ, ആ സമയങ്ങളിലൊക്കെ ഈ വേർപാടിന്റെ ദുഃഖങ്ങൾ, വേർപാടുകളൊക്കെ നമ്മൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനോട് പ്രതികരിക്കുവാനായിട്ട് നമ്മൾ ആ സമയത്തും ഒരുങ്ങി നിൽക്കണം. അതാണ് ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത്, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. അല്ലെങ്കിൽ പകല് ഒരു മരണം സംഭവിച്ച് അവിടെ മാത്രം പോരാ എന്റെ അറ്റൻഡൻസ്. ഏത് അസമയത്തും അത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണമായിട്ട് ആ കാര്യം പറഞ്ഞതേ ഉള്ളൂ, സംഭവിച്ചു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കുവാനായിട്ട് ഞാൻ എപ്പോഴും റെഡിയായിട്ട് ഇരിക്കണം. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. പ്രിയമുള്ളവരെ, ഈ സെക്കരിയാവിനോടുള്ള ബന്ധത്തിൽ താന് വാർദ്ധക്യം വന്നു, താന് ബലഹീനമാണ്, ശാരീരികമായിട്ട് താന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും അവിടെ ദൈവിക ശുശ്രൂഷ ചെയ്യുവാനായിട്ട് താന് റെഡിയായിരുന്നു, ഒരുക്കമുള്ളവനായിരുന്നു എന്ന് നമുക്ക് ആ വാക്യങ്ങളിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട് സാധിക്കും. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ 10 കന്യകമാരോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്. ആകയാൽ നാളും നാഴികയും അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ. നാളും നാഴികയും അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ. പ്രിയമുള്ളവരെ, നമ്മള് ആത്മീയമായിട്ട് ഉണർവുള്ളവരായിട്ടാണോ ഈ നാളുകളിൽ നമ്മൾ ആയിരിക്കുന്നത്? വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നു. നിങ്ങൾ എപ്പോഴും ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കും. ദൈവിക ശുശ്രൂഷയിൽ നിങ്ങൾ സമയത്തും അസമയത്തും നാഴികയും നാളും അറിയായിക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പിൻ. ഞാൻ ആ വാക്യത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് മുന്നോട്ട് പോട്ടെ. എന്നാല് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഞാൻ ആരുടെയും പേര് പറയും, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അവർ ശുശ്രൂഷയിൽ പല നിലയിൽ ചെയ്യുന്നു, സമയത്തും അസമയത്തും ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ ചെയ്യുന്നു. എന്നാല് അവരൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് പല നിലയിൽ അധ്വാനിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നവരെ നാം മാനിക്കാറുണ്ടോ? ഇങ്ങനെയുള്ളവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മള് ഈ സെക്കരിയാവിനോടുള്ള ബന്ധത്തില് വരുമ്പോഴ് ഈ സെക്കരിയാവ് ദൈവാലയത്തിലെ ധൂപം കാട്ടുവാനായിട്ട് പോയപ്പോ അവിടെയുള്ള ജനങ്ങൾ പുറത്ത് കാത്തിരുന്ന് ഈ സെക്കരിയാവിന് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് അവിടെ 21-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. 21-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, സെക്കരിയാവിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കെല്ലാവർക്കും ഈ നിലയിൽ ഓടി നടന്ന് ചിലപ്പോൾ ശുശ്രൂഷകളൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നമ്മുടെ ചിലപ്പോൾ ശരീരത്തിന്റെ ബലഹീനതകൾ കൊണ്ടാകാം, യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടാകാം, പലർക്കും പല നിലയിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ഓർത്ത് നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ അവരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ശുശ്രൂഷകൾ നിവർത്തിയാകുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരുക്കവും മറ്റുള്ള കൂട്ടു സഹോദരി സഹോദരന്മാർക്ക് ഉണ്ടാകാറുണ്ടോ? അതോ നേരെ മറിച്ച് നമ്മൾ അവരെ അല്ലെങ്കിൽ അവര് ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് എതിരായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരെ ശുശ്രൂഷകൾ ചെയ്യാൻ അത് ശരിയായിട്ടില്ല, ഒരു നെഗറ്റീവ് മനോഭാവമാണോ നമ്മുടെ ഉള്ളിൽ വരുന്നത്? ഇവിടെ സെക്കരിയാവിനോടുള്ള ബന്ധത്തിൽ താന് ദൈവിക ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവാലയത്തിലായിരുന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള ആളുകൾ അവിടെ കാത്തിരുന്ന്, ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയുടെ ശക്തി അത് എത്രയോ വലുതാണല്ലേ. ജനസമൂഹമൊക്കെയും പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. കേവലം ശുശ്രൂഷകൾ ചെയ്യുന്ന അവരുടെ കുടുംബം മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്,
അവിടെയുള്ള ജനസമൂഹം മൊത്തവും മുഴുവനായിട്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്യാറുണ്ടോ? ശുശ്രൂഷകൾ ചെയ്യുന്നവരെ മാനിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യാറുണ്ടോ? അതോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ ക്ഷീണിതരാക്കാനും അവരെ ബലഹീനമാക്കുവാനും ആണോ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ 21 വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ജനമൊക്കെയും സെക്കരിയാവിന് വേണ്ടി കാത്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. കാത്തിരുന്നു, അതായത് താൻ ചെയ്ത ശുശ്രൂഷ അത് എന്ത് സംഭവിച്ചു, അത് ഏറ്റവും നന്നായിട്ട് പൂർത്തിയായോ, അതിന്റെ ഫലം എന്താണ് എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ജനം അവിടെ കാത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടോ? അതായത് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഭംഗിയായിട്ട് നടന്നു എന്ന് അവരോട് ചോദിക്കുവാനും അത് എത്രത്തോളം വിജയകരമായിട്ട് തീർന്നു എന്ന് അന്വേഷിക്കുവാനും നാം പലപ്പോഴും ചെയ്യാറില്ല. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുക പോലും ചെയ്യാറില്ല, എന്നിട്ടല്ലേ അന്വേഷിക്കുവാൻ. അപ്പോ അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ്. നമുക്ക് പലപ്പോൾ പുറമേ പ്രവർത്തികളായിട്ടൊന്നും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും, അവരെ ഉയർന്ന് പ്രാർത്ഥിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും പല നിലയില് അവർക്ക് വേണ്ടുന്ന എല്ലാ ഉത്തേജനം കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കഴിയും. നമ്മൾ ഇത് വല്ലതും നമ്മൾ ചെയ്യുന്നുണ്ടോ? അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. സെക്കരിയാവിന് വേണ്ടി അവിടെയുള്ള ജനസമൂഹം ഒക്കെയും കാത്തിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിന്തിക്കാം. നമ്മൾ എത്രയോ കുറവുള്ളവരാണ്. നമുക്ക് ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ തന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള എല്ലാ ഉത്തരവാദിത്വം ഓരോ സഹോദരന്മാർക്കും ഉണ്ട്. അതിൽ യാതൊരു സംശയമില്ല. സെക്കരിയാവ് തന്റെ ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം ഭവനത്തിലേക്ക് പോയി. എത്രയോ മാതൃകയുള്ള ഒരു വ്യക്തിയാണ് ഈ സെക്കരിയാവ്. തന്റെ ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം അവൻ ഭവനത്തിലേക്ക് പോയി. പലപ്പോഴും നമ്മള് ശുശ്രൂഷ എങ്ങനെയെങ്കിലും തികച്ച് ഭവനത്തിലേക്ക് ഓടിച്ചെന്ന് ഭവനത്തിലെ കാര്യങ്ങളൊക്കെ അത് ക്രമീകരിക്കേണ്ട എന്നല്ല പറയുന്നത്. ദൈവിക ശുശ്രൂഷകൾക്ക് പലപ്പോഴും സ്ഥാനങ്ങൾ കൊടുക്കാതെ അതൊക്കെ മാറ്റി നിർത്തി അത് എപ്പോഴെങ്കിലും നടത്തിയാൽ മതി എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാൽ സെക്കരിയാവിനോടുള്ള ബന്ധത്തില് തന്റെ ശുശ്രൂഷ കാലം തികഞ്ഞവനായിട്ട് അവന്റെ ജീവിതത്തിൽ തികഞ്ഞ് അവൻ ശുശ്രൂഷ ദൈവത്തിന് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ നിർത്തട്ടെ. സെക്കരിയാവിന്റെ കുടുംബം അത് ഒരു മാതൃകയുള്ള കുടുംബമായിട്ട് നമുക്ക് ഇരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കുടുംബം അല്ലെങ്കിൽ സെക്കരിയാവിന്റെ ഒരു മനോഭാവമുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടേതെങ്കിൽ ദൈവം എത്ര പ്രസാദകരമായിട്ട് തീർന്നേനെ. ദൈവം വരുന്ന ദിവസങ്ങളിൽ നമ്മളെ ഈ നിലയിൽ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.